Urcreationന്റെ Rekha's Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചോക്ലേറ്റ് കേക്ക് ഞാൻ ചോക്ലേറ്റ് സോസ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് മെഷറിങ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു നല്ല സൂപ്പർ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഈ അരിപ്പയിലേക്ക് 1/4 കപ്പ് കോക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ മിക്സ് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് നമുക്കൊരു കുഴി പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ള ചേരുവകൾ ഓരോന്നായിട്ട് ഇനി ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലാവാൻ പ്രത്യേകം നോക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരിട്ടൊന്നും ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. കൂടാതെ മെൽറ്റ് ചെയ്ത ബട്ടറും 1/4 കപ്പ് ഉപയോഗിക്കാം കേട്ടോ. അടുത്തതായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാലാവാനും പാടില്ല, അതുപോലെ തന്നെ ചൂടുള്ള പാലാവാനും പാടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കേക്കിൻ്റെ മിക്സ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഞാനിവിടെ മെഷറിംഗ് കപ്പ് കൊണ്ട് 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ കോഫി പൗഡർ ചേർത്ത വെള്ളം നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കേക്കിന് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും ഇതുപോലെ നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഞാനിവിടെ കോഫി പൗഡർ ആഡ് ചെയ്തത്. ഇനി ഇത് ഈ ബീറ്റർ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഇതുപോലൊരു കേക്ക് ട്രേ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് അതിൽ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോവാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ട്രേ ഒന്ന് തട്ടിയെടുക്കാം. ഇന്ന് ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോണത്. അതിനായിട്ട് പഴയൊരു ചീനച്ചട്ടി എടുത്താൽ മതി കേട്ടോ, പുതിയതൊന്നും എടുക്കണ്ട. പഴയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ളൊരു വളയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം ഇറക്കി വെക്കുക. ഈ ചീനച്ചട്ടി ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെക്കാം. അതിനുശേഷം ഒരു മൂടി വെച്ചിട്ട് മൂടിക്കൊടുക്കാം. തീരെ എയറൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കാം. ഈ കേക്ക് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 40 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചോക്ലേറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര വേണമെന്നില്ല കേട്ടോ, സാധാ പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് കഷ്ണങ്ങളാക്കിയതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതൊരു 10 രൂപയുടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഈ ചോക്ലേറ്റൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇത്ര സൈസിലുള്ള ഒരു ബട്ടറിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി ചോക്ലേറ്റും ബട്ടറും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് ഉരുകി വരുന്നത് വരെ നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇളക്കി കൊടുക്കാം. ചോക്ലേറ്റ് സോസ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ആവശ്യം, നല്ല തിക്കായിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്ത ശേഷം നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നമ്മൾ വേവിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 45 മിനിറ്റായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം മൂടി ഒന്ന് തുറന്നു കൊടുക്കാം. കേക്കിൻ്റെ ട്രേ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കേക്ക് ഒന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ആ ബട്ടർ പേപ്പർ അടർത്തിയെടുക്കുകയാണ്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്കാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ് സോസൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ചോക്ലേറ്റ് സോസിൽ മുക്കിയിട്ട് നമുക്ക് കേക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരാളും ഇത് മിസ് ചെയ്യരുത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് അതുപോലെ എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടി മറക്കരുത്. മറ്റൊരു പുതിയ വിഭവമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.